ശ്രീ സുരേഷ് കുമാർ, ഇവിടെ രാശിപ്പാളികൾ, ദശാവതാരപ്പാളികൾ, വ്യാളീരൂപം, ശിവരൂപം, പ്രഭാമണ്ഡപം എന്നു വേണ്ട കൊള്ളയുടെ വ്യാപ്തി പേടിപ്പിക്കുന്ന രീതിയിൽ പുറത്തേക്ക് വരികയാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തുണ്ടായ കൊള്ളയാണ്. അതിൻ്റെ തുടർച്ചയ്ക്ക് ശ്രമമുണ്ടായി PS പ്രശാന്തിൻ്റെ ബോർഡിൻ്റെ ഒത്താശയോടെ. ഞാനല്ല, കോടതി പറഞ്ഞതാണ്. എന്ത് അടൂർ പ്രകാശ് എന്ന് എങ്ങോട്ട് വിരൽ ചൂണ്ടിയാലും ഈ കൊള്ളയുടെ പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് രക്ഷപ്പെടൽ നിങ്ങൾക്ക് സാധ്യമാണോ? എത്ര വീട് കയറി എന്ത് വിശദീകരിച്ചാലും. ശ്രീ സുരേഷ് കുമാർ. അല്ല, നോക്കൂ, ഇവിടെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച്, റെസ്പോൺസിബിലിറ്റിയെ സംബന്ധിച്ച് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ കൃത്യമായി ഈ കേസിൻ്റെ ആദ്യ ദിനം മുതൽ കൃത്യമായി പറയുകയാണ്. അതിനകത്ത് യാതൊരുവിധ സംശയത്തിനും ഇടവരാത്ത വിധമാണ് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ച് മാധ്യമപ്രവർത്തകരായിട്ടുള്ള ഓരോ ആളുകളുടെയും ചോദ്യത്തിന് അക്കമിട്ട് നിരത്തി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പലപ്പോഴും പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് മാധ്യമപ്രവർത്തകരിൽ ചിലരാളുകളെങ്കിലും സെലക്റ്റീവ് ആവുകയാണ്. ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞു, അദ്ദേഹം CPIMൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗത്തിനെയും CPIM പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗത്തെയും സംബന്ധിച്ച് പരാമർശിക്കുമ്പോൾ ഞാൻ ഒരു മറുചോദ്യം ചോദിക്കട്ടെ. എന്തിനാണ് ഒരു MPയുടെയും MLAയുടെയും UPA ചെയർമാൻ്റെയും സാന്നിധ്യം ഇവിടെ ലഘൂകരിച്ച് കാണുന്നത്? അതും അതേ രൂപത്തിൽ, അതേ ഗൗരവത്തിൽ കാണേണ്ടുന്നൊരു കാര്യമല്ലേ? നമ്മൾ പലപ്പോഴും സെലക്റ്റീവ് ആകുന്നത് ഇക്കാര്യത്തിലാണ്. ഈ CPMൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗം അതിനകത്ത് പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ തുറന്ന് സമ്മതിക്കുകയാണ്. പക്ഷേ പാർലമെൻറ്റ് അംഗത്തോട് നിങ്ങൾ എന്തിനാണ് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെ സാന്നിധ്യത്തിൽ സോണിയാഗാന്ധിയെ കണ്ടത്? ഈ സ്വർണം അവിടെ നിന്ന് കട്ടെടുത്തെന്ന് ഇപ്പോൾ പറയുന്നയാളും വിൽക്കപ്പെട്ടു വാങ്ങിയ ആളും അവരുടെ രണ്ടുപേരുടെയും സാന്നിധ്യത്തിൽ ഈ കേസുമായി ഏതെങ്കിലും രൂപത്തിലുള്ള പ്രത്യക്ഷമായോ പരോക്ഷമായോ ഉള്ള ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തത വരുന്നതിന് മുമ്പേ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറിയിട്ട് പോലും അതേ ഗൗരവത്തിൽ നമുക്ക് ആ കാര്യം ചർച്ച ചെയ്യാനോ വിശദമാക്കാനോ കഴിയാതെ വരുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് ഞങ്ങൾ പറയുന്നത് സെലക്റ്റീവ് ആകുന്നു എന്നുള്ളത്. അതിന് നിങ്ങളിനി എന്തു പറഞ്ഞാലും ശരി, കോൺഗ്രസിൻ്റെ പ്രതിനിധിയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായിട്ടുള്ള ശ്രീ KC വേണുഗോപാലും കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനുമൊക്കെ എന്ത് അഴകുഴമ്പൻ ന്യായം പറഞ്ഞാലും ശരി, അതിനും മറുപടി പറയാൻ നിങ്ങൾക്ക് കേരള സമൂഹത്തോട് മറുപടി പറയാനുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. അത് മറുപടി പറഞ്ഞേ പോകൂ, മറുപടി പറഞ്ഞേ പറ്റൂ. അല്ലാതെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. പിന്നെ കുറുവാ സംഘത്തെ സംബന്ധിച്ച് പറഞ്ഞു. അതിനു മുൻപും ചില കുറുവാ സംഘങ്ങളുണ്ടായിരുന്നു. രാമൻ നായരുടെ കാലത്തെ കുറുവാ സംഘമാണ് ശർക്കര കുംഭകോണം നടത്തിയത്. ശാസ്താ ക്ഷേത്രത്തിൽ നിന്ന് 4.5 കിലോ സ്വർണം അടിച്ചു മാറ്റിയത്. അതുപോലെ തന്നെ മന്ത്രിയും അദ്ദേഹത്തിൻ്റെ സഹോദരനും ആ ക്ഷേത്രം ഭരിച്ചിരുന്നൊരു കാലയളവുണ്ടല്ലോ. എന്തെല്ലാം അഴിമതിയാണ് ആ കാലയളവിലുണ്ടായത്. അഴിമതിയൊന്നും കേരളത്തിൻ്റെ പൊതുസമൂഹം ഒരു ഈ പറഞ്ഞ പാത്രം നടത്തിയാലും അന്നദാനത്തിൽ പറഞ്ഞാലും എല്ലാം തെറ്റാണ്, കുറ്റമാണ്. അയ്യപ്പനെ തൊടാനുള്ള ധൈര്യം അവർ കാണിച്ചോ? അയ്യപ്പനെ തൊടാനുള്ള ധാർഷ്ട്യം അവർ കാണിച്ചോ? ഈ സംഘം ചെയ്തെന്താണ്? ഈ സംഘം ശ്രീകോവിലിൽ കൈവച്ചു. ഈ സംഘം ശ്രീകോവിലിന്റെ ഓരോ ഇഞ്ചിലും കൈവച്ചു. സുരേഷ് കുമാർ, അതിന് സമാനതകളില്ല, അതിന് താരതമ്യങ്ങളില്ല. കോടിക്കണക്കിനായ വിശ്വാസികൾ, ആരാധകർ വന്ന് കൈകൂപ്പി ഹൃദയമുരുകി പ്രാർത്ഥിക്കുന്ന ആ ശ്രീകോവിലിന്റെ ഓരോ ഇഞ്ചിലും ഈ കൊള്ളസംഘം കൈവച്ചു. സുരേഷ് കുമാർ, താരതമ്യങ്ങളില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആ കൈവച്ചവർ ആരായിരുന്നാലും ശരി, അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും CPMും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരും മുൻപന്തിയിലുണ്ടാകും. അതിലൊരു തർക്കവും വേണ്ട. അതിൽ നമ്മൾ സെലക്റ്റീവ് ആകരുത്. ഈ കൈവച്ച ആളുകളുടെ ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഇങ്ങോട്ട് ആ കളി വേണ്ട, അവിടെ മാത്രം അന്വേഷണം നിന്നാൽ മതി, എൻക്വയറി ഇന്ന സ്ഥലത്ത് മാത്രം നിന്നാൽ മതി എന്ന് നമ്മളാരും തിട്ടൂരം പ്രഖ്യാപിക്കേണ്ടുന്ന കാര്യമില്ല. അന്വേഷണം എന്ന് പറയുന്നത് അത് സമഗ്രമായിരിക്കും. അവർക്കാർക്കൊക്കെ ബന്ധമുണ്ട്, ആരുമായിട്ടൊക്കെ അവർ ചങ്ങാത്തം കൂടിയിട്ടുണ്ട്, അവരുടെ ചങ്ങാത്തം, ഞാൻ മുൻവിധിയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല, അവരുടെ ചങ്ങാത്തത്തിൻ്റെ മോട്ടീവ് എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള വസ്തുനിഷ്ഠമായ അന്വേഷണം നടക്കുമ്പോൾ എന്തിനാണ് ചില ആളുകൾ ഹാലിളക്കം നടത്തുന്നത്? നിങ്ങളിന്ന് പ്രധാനപ്പെട്ട 2 വാർത്താ സമ്മേളനം കണ്ടല്ലോ. ആ 2 വാർത്താ സമ്മേളനങ്ങൾക്കകത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വളരെ ക്രിസ്റ്റൽ ക്ലിയറായി പറഞ്ഞു, അന്വേഷണത്തെ സംബന്ധിച്ച്, അതിൻ്റെ മറ്റു നാൾ വഴിയെ സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള സങ്കോചവും കേരളത്തിലെ സർക്കാരിനില്ല. മറുഭാഗത്ത് നിങ്ങൾ നോക്കൂ,
KC വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവാണ്, ബഹുമാന്യനാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ കൺവീനർ പാർലമെൻറ്റ് അംഗത്തിനെതിരായിട്ടുള്ള ഒരു പരാമർശമുണ്ടായപ്പോൾ തന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിക്കുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഇത്ര ഹാലിളക്കം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അതാണ് ഞാൻ പറഞ്ഞത്, ഈ അന്വേഷണത്തെ സമചിത്തതയോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.